ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു JD മീഡിയ. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ഇറ്റാലിയൻ ഡെസേർട്ടായ തിരമിസു പുഡിംഗ് റെസിപ്പിയാണ്. പേര് കേട്ടാൽ നിങ്ങൾ വിചാരിക്കും ഇത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ഐറ്റമാണെന്ന്. പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐറ്റമാണ്. ഈ ഒരു ഐറ്റം നിങ്ങൾക്കായി ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫാണ്, ഫ്രം നിഷാസ് കിച്ചൺ. സോ നമുക്ക് അധികം വൈകിപ്പിക്കാതെ ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കാണാം. ആദ്യം നമുക്ക് വാനില കസ്റ്റർഡ് ഉണ്ടാക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: 1/2 ലിറ്റർ പാല്, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ വാനില എസൻസ്. അത് നമുക്ക് 1/2 ലിറ്റർ പാലിൽ നിന്നും കുറച്ച് പാല് കോൺഫ്ലവറിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യും. കുറച്ചുകൂടി പാൽ ഒഴിച്ച് കട്ട കെട്ടാതെ നല്ല സ്മൂത്ത് ആയിട്ട് കലക്കി വെക്കുക. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ബാക്കിയുള്ള പാൽ ഒഴിക്കാം. അരക്കപ്പ് പഞ്ചസാരയും ഇടാം. ഇനി നമുക്കത് അടുപ്പിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കാം. തിളക്കണ്ട, പഞ്ചസാര ഒന്ന് അലിഞ്ഞാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് കോൺഫ്ലവർ ഇട്ട് നന്നായി ഒന്ന് കുറുക്കിയെടുക്കാം. പഞ്ചസാര നന്നായി അലിഞ്ഞു, പാല് നല്ല ചൂടായിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ചിട്ട് നേരത്തെ കലക്കി വെച്ച കോൺഫ്ലവർ ഒന്നുകൂടി നന്നായി ഇളക്കി പാലിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കണം. ഇനി നന്നായി ഇളക്കണം. തീ കുറച്ച് കൂട്ടി കൊടുക്കണം. ഇത് നന്നായി കുറുകണ വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. കോൺഫ്ലവർ ആയതുകൊണ്ട് പെട്ടെന്ന് കുറുകി കിട്ടും. കോൺഫ്ലവർ ഇട്ടിട്ട് നന്നായി കുറുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചു നേരം കൂടി ഇളക്കി ഒരു നല്ല കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അടി പിടിക്കാണ്ട് നോക്കണം. തണുക്കുമ്പോൾ ഒന്നും കൂടി കട്ടിയാവും. നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം, നല്ലൊരു ഫ്ലേവർ. മിക്സ് ചെയ്ത് കൊടുക്കാം. വാനില എസൻസ് ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ വാനില കസ്റ്റർഡ് റെഡിയായി. ഇനി ഇത് നന്നായിട്ട് തണുക്കണം. നമുക്കിനി വാനില കസ്റ്റർഡ് ആറാൻ വയ്ക്കാം. അടുത്ത സ്റ്റേജ് നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാം. അതിന് വിപ്പിംഗ് പൗഡർ എടുത്തു വെച്ചിട്ടുണ്ട്, 1 പാക്കറ്റ്. പിന്നെ അതിനാവശ്യമുള്ള പാല്, അത് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഓരോ കമ്പനിയുടെ പാക്കറ്റിൽ ഉണ്ടാവും. ഇപ്പൊ ഇതിന് 1 പാക്കറ്റിന് 1/2 കപ്പ് പാലാണ് വേണ്ടത്, തണുത്ത പാല്. പിന്നെ വാനില എസൻസ്. ഇനി നമുക്ക് വിപ്പിംഗ് ചെയ്യാം. അതിനായിട്ട് ഒരു ഡീപ്പ് ബോട്ടം പാത്രം എടുക്കണം. അതും ഹാൻഡ് ബ്ലെൻഡറിന്റെ ബ്ലേഡ്സും ഒരു 30 മിനിറ്റ്സ് ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിക്കണം. ഇനി നമുക്ക് വിപ്പിംഗ് പൗഡർ പൊട്ടിച്ചിടാം.
1/2 കപ്പ് പാലാണ്. കുറച്ച് ബാക്കി വെക്കാം, ചിലപ്പോൾ നമുക്ക് ഇത്ര ആവശ്യം വരില്ല. കട്ടിയാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഹാഫ് ടീസ്പൂൺ വാനില എസൻസ്. നമുക്ക് ഹൈ സ്പീഡിൽ ഒരു 4 മിനിറ്റ്സ് നന്നായി ബീറ്റ് ചെയ്യാം. ഒന്ന് നിർത്തി വേണം ചെയ്യാൻ. നല്ല റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, താഴെ വീഴാൻ പാടില്ല. അപ്പം അതിനർത്ഥം വിപ്പിംഗ് ക്രീം റെഡിയായി എന്നാണ്. ഇത് നിർത്തിയിട്ട് ചെയ്യണം. 30 സെക്കൻഡ്സ് കണ്ടിന്യൂസ് ആയി ചെയ്യുക, പിന്നെ ഒന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുക, പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു 3-4 മിനിറ്റ്സ് ചെയ്ത് ബീറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡിയാകും. ഇനി നമുക്കിത് തിരിച്ച് ഫ്രിഡ്ജിൽ വെക്കാം, ബാക്കിയുള്ളത് റെഡി ആവണം വരെ. നേരത്തെ റെഡിയാക്കിയ വാനില കസ്റ്റർഡ് നല്ലോണം തണുത്തിട്ടുണ്ട്, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ക്രീം ചീസ് വേണം. ഇങ്ങനത്തെ ചീസാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഏത് ടൈപ്പ് ക്രീം ചീസും എടുക്കാം. അത് നമുക്കൊന്ന് സോഫ്റ്റ് ചെയ്യാം. ഇനി അത് കഴിഞ്ഞ് ഇത് നമുക്ക് കുറേശ്ശെ ഈ കസ്റ്റർഡ് ചീസുമായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ബാക്കിയുള്ളതും കൂടി നമുക്ക് എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് എടുക്കാം. വാനില കസ്റ്റർഡും ക്രീം ചീസും മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യാം, അതായത് കസ്റ്റർഡും വിപ്പിംഗ് ക്രീമും കൂടി. ആദ്യം പകുതി ഇട്ട് കൊടുക്കുക. ബാക്കി കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി റെഡി ആവണ വരെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെക്കാം. ഇനി നമുക്ക് അടുത്തത് കോഫി മിക്സ് റെഡിയാക്കണം. 2 കപ്പ് വെള്ളത്തിൽ 2 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്തതാണ്. നന്നായിട്ട് തണുക്കണം അത്. അടുത്തത് നമുക്ക് സെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ട് ലേഡി ഫിംഗർ ബിസ്ക്കറ്റ് വേണം. ഇപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോ റൂട്ട് ബിസ്ക്കറ്റോ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റോ യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം വാനില കസ്റ്റർഡ് മിക്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഒരു പുഡിംഗ് ട്രേ എടുക്കുക, പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം. ആദ്യം ബിസ്ക്കറ്റ് എടുത്ത് കോഫിയിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക. ഒരുപാട് നേരം വെക്കരുത്, കുതിർന്നു പോവും. ഇപ്പോൾ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് ബിസ്ക്കറ്റ് നിരത്തി വെച്ചിട്ടുണ്ട്. ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് എല്ലാം നിരത്തി വെക്കണം. ഇനി നമുക്ക് ഇതിന്റെ മുകളിൽ ക്രീം ഇടാം. നല്ലൊരു കോട്ടിങ് കൊടുക്കണം. പകുതി ഇട്ടാൽ മതി, 2 ലെയർ ആയിട്ടാണ് ചെയ്യണം.
ക്രീം ഫുള്ള് ലെയർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് ഇതിന്റെ മുകളിൽ ഒന്നും കൂടി ബിസ്ക്കറ്റ് ലെയർ വെക്കാം. അത് നല്ല സൂക്ഷിക്കണം, അല്ലെങ്കിൽ ബിസ്ക്കറ്റ് പെട്ടെന്ന് പൊടിഞ്ഞു പോകും. വളരെ പെട്ടെന്ന് എടുത്ത് വെക്കാം. സെക്കൻഡ് ലെയറും ഫുൾ നിരത്തി കഴിഞ്ഞു. ഇപ്പൊ സപ്പോസ് നമുക്ക് കോഫി മിക്സ് തികയില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മിക്സ് ചെയ്താൽ മതി. പക്ഷെ നന്നായി അത് ആറണം. ഇനി അടുത്തത് ഇതിന്റെ മുകളിൽ നമുക്ക് ക്രീം മിക്സ് ഇടാം. ഇതിന് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ മുകളിൽ നിരത്തി വെക്കാം. നല്ലൊരു ലെയർ. ഫുള്ളായിട്ട് വിടണം. പിന്നെ ഈ മിക്സിങ് ആവശ്യം എല്ലാവിടെ എത്തുന്ന പോലെ ലെയർ ചെയ്ത് ഇതിപ്പോൾ ലെയറിങ് എല്ലാം കഴിഞ്ഞു. റാപ്പ് ചെയ്തു. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. 6 to 8 hours അല്ലെങ്കിൽ ഓവർനൈറ്റ് വയ്ക്കാം. നമ്മുടെ പുഡിങ് റെഡിയാണ്. നമ്മുടെ പുഡിങ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഓവർനൈറ്റ് സെറ്റ് ആയിട്ടുണ്ട്. റാപ്പ് എല്ലാം എടുത്ത് മാറ്റി. ഇപ്പം എല്ലാം സെറ്റ് ആയിട്ടിരിക്കുകയാണ്. നമുക്കിതൊന്ന് മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. കൊക്കോ പൗഡർ ഇട്ട് നമ്മൾ കൊക്കോ പൗഡർ ഇട്ട് ഡെക്കറേറ്റ് ചെയ്യണം. കുറച്ച് ഇത് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ്. ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു സ്ട്രെയിനിൽ കൂടെ ഇടുമ്പോൾ നല്ല ഈവൻ ആയിട്ട് വന്നോളും. നമുക്കൊരു സ്ട്രോബെറി പീസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തിരമിസു പുഡിംഗ് റെഡിയായി. ഇനി നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. സോ ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ കണ്ടത് തിരമിസു പുഡിംഗ് എന്നൊരു ഇറ്റാലിയൻ ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെയും ടേക്ക് കെയർ. ബൈ.